കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ജാൻമണി ഉണ്ടെങ്കിൽ പ്രൊട്ടസ്റ്റൊക്കെ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെക്കുറിച്ചും പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ചൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലുള്ളൊരു പരാമർശമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കരമായിട്ട് എന്തോ ഒരു വൃത്തിയായിട്ട രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇത് ഭയങ്കര വൈറലായിട്ടും കാര്യങ്ങളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് കണക്ക് ജാൻമണിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രഞ്ജിനി ഹരിദാസ് ഉണ്ടെങ്കിൽ ഒരു വീഡിയോ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സംഭവം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നെ വല്ലാത്ത രീതിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ അവൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനുണ്ടെങ്കിൽ എന്തായിരുന്നാലും അവൾക്കെതിരെ ഇങ്ങനത്തുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ അവളടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു രഞ്ജിനി ഉണ്ടെങ്കിൽ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ അവൾക്കത് പറ്റിപ്പോയതാണ്, അവൾക്കൊരു അബദ്ധം പറ്റിയതാണ്, എല്ലാവരും ക്ഷമിക്കണമെന്നുള്ള രീതിയിലായിരുന്നു രഞ്ജിനി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ഉണ്ടെങ്കിൽ ജാൻമണി ഉണ്ടെങ്കിൽ ഇതിനൊരു വിശദീകരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. താനുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, അത് വായിച്ചിട്ടാണ് അതിലെ ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ശരി, ജാൻമണിക്കെതിരെ ഉണ്ടെങ്കിൽ കേസൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അതുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ തനിക്കൊരു മിസ് ഇൻഫോർമേഷൻ കിട്ടിയതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ എല്ലാം കറക്റ്റാണോ അല്ലയോ എന്ന് നോക്കണം. പിന്നെ ആൾക്കാരെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് കുറച്ച് മാന്യമായിട്ട് സംസാരിക്കുക. എന്തെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചും ഭയങ്കര മോശമുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചിരുന്നത്. എന്തായാലും കേസും കാര്യമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്.